നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ നടന്നത് വലിയ ഗൂഢാലോചന. നടനുള്ള പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. കേസ് ആരംഭിച്ച സമയം മുതൽ കുറ്റാരോപിതനായ ദിലീപിന് പൂർണ്ണ പിന്തുണ നൽകിയ ആളാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. പൾസർ സുനിക്കും സംഘത്തിനും കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം മണ്ടനാണോ ദിലീപ് എന്ന് അഭിഭാഷകൻ കൂടിയായ ശ്രീജിത്ത് ചോദിക്കുന്നു. കേസിനെക്കുറിച്ച് വിശദമായ കുറിപ്പും ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ തുടരുന്നു. മറുപടി വിചാരണയുടെ ഘട്ടത്തിൽ ദിലീപ് കോടതി മുൻപാകെ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ IG വിനേന്ദ്ര കശ്യപിനെ അറിയിക്കാതെ എന്തിനാണ് ADGP സന്ധ്യ തന്നെ ആവർത്തിച്ച് ചോദ്യം ചെയ്തത് എന്നാണ്. നടി മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി താൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യൽ പകർത്തിയിരുന്ന ക്യാമറ ADGP ഓഫ് ചെയ്തത് എന്തിനാണെന്ന ചോദ്യവും ദിലീപ് ഉയർത്തുന്നുണ്ട്. 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും ഇപ്പോഴും വിശദ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. എങ്കിലും സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ വിധി പകർപ്പ് ലഭ്യമാകണം. എന്നാൽ വ്യക്തിപരമായി പറഞ്ഞാൽ യുവനടിയെ ആക്രമിക്കാൻ നടൻ വൻ തുക വാഗ്ദാനം നൽകി കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് സത്യമെങ്കിൽ കരാർ പ്രകാരമുള്ള തുക കൊടുത്ത് സേഫായി നിൽക്കാനല്ലേ നടൻ ശ്രമിക്കുക. പറഞ്ഞ തുക കൊടുക്കാതെ അപകടത്തിൽപ്പെടാൻ മാത്രം മണ്ടനോ കൊടുക്കാൻ പണമില്ലാത്തവനോ അല്ല ഈ ജനപ്രിയ നടൻ. ഇനി ജയിലിലായ സ്ഥിതിക്ക് പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അക്കാര്യത്തിൽ കൊട്ടേഷൻ നൽകിയ ആൾക്കുള്ള തടസ്സങ്ങൾ അറിയാത്തയാളാണോ ക്രിമിനലായ ആ പ്രതി? നടൻ പ്രതിയായാൽ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നറിയാവുന്ന അയാൾ ജയിൽ അധികൃതർ വായിക്കുമെന്ന് അറിഞ്ഞിട്ടും ഇത്തരമൊരു കത്ത് അയക്കുമോ? നടന് പങ്കുണ്ടെങ്കിൽ ജയിലിൽ നിന്നുള്ള ഈ അപകട സൂചന അറിഞ്ഞയുടൻ പ്രതിയുമായി ബന്ധപ്പെട്ട് അനുനയിപ്പിക്കുകയല്ലേ ചെയ്യുക? ഇപ്പോൾ ചെയ്യുന്ന പോലെ പ്രകോപിപ്പിക്കുമോ? അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന കാര്യമല്ലേ ഇത്? മറ്റു പ്രമുഖർ നടനെ കൊടുക്കാൻ ചെയ്യിപ്പിച്ച ക്രൂര കൃത്യം ഈ സൂചിപ്പിക്കപ്പെട്ടവരെല്ലാം അത്രയ്ക്കും ക്രൂര മനസ്സുള്ളവരല്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത പാരമ്പര്യമുള്ള പ്രതിയെ ഇക്കാര്യത്തിന് ഉപയോഗിക്കാൻ മാത്രം വിഡ്ഢികളുമല്ല. ആരോപണ വിധേയനായ നടനും ഇത് വിശ്വസിക്കുന്നില്ല. മറ്റു പ്രമുഖർ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നെങ്കിൽ തിരക്കഥയനുസരിച്ച് ആദ്യം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ പ്രതി ആരോപണ വിധേയനായ നടന്റെ പേര് വിളിച്ചു പറയുമായിരുന്നു. മൂന്നാമതായി ഇത്തരം ഒരു അക്രമമേ നടന്നിട്ടില്ല. ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയാത്ത വിരോധമുള്ള ഒരാളെ തോൽപ്പിക്കാൻ ഒരു ക്രിമിനലുമായി ചേർന്ന് നടത്തിയ നാടകം ഈ നടി അതിനു മാത്രം വലിയ നടിയല്ല. മാനിയായ ഒരു സ്ത്രീയും തന്നെ മാനം ഹനിക്കുന്ന ഇത്തരം ഒരു മൊഴി നൽകില്ല. കാറിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഈ സാധ്യത തള്ളിക്കളയുന്നു. നടന്റെ മറ്റു ശത്രുക്കൾ നടനു വേണ്ടിയെന്ന് വിശ്വസിപ്പിച്ച് നടന്റെ അറിവോ സമ്മതമോ കൂടാതെ കൃത്യം ചെയ്യിപ്പിക്കുക, എന്നിട്ട് പണം കൊടുക്കാതെയും സഹായം എത്തിക്കാതെയും പ്രകോപിപ്പിക്കുക. പ്രതിയുടെ കത്ത് ആത്മാർത്ഥതയോടെയുള്ളതാണെങ്കിൽ ഇത്തരം ഒരു സൂചന നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രതി ആ സത്യം പെട്ടെന്ന് പറയില്ല. കിട്ടിയ അഡ്വാൻസും ഇനി ഭീഷണിപ്പെടുത്തി വാങ്ങാനുള്ള തുകയും അയാൾ വേണ്ടെന്ന് വെക്കില്ല. ഇനി പ്രതി അത് വെളിപ്പെടുത്തിയാൽ ആ ചതിയന്മാർ നടനെ അക്കാര്യവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യും. നടന്റെ പരിചയത്തിലുള്ളവരാണെങ്കിൽ നടന്റെ നിരപരാധിത്വം ജനം ആദ്യം വിശ്വസിക്കുകയില്ല എന്ന അപകടവുമുണ്ട്. പക്ഷേ വൈകാതെ സത്യം പുറത്തുവരും. അന്തം വിട്ട ക്രൂരനായ പ്രതി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ദുർബലയായ ഒരു താരത്തോട് ചെയ്ത ക്രൂരത പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി അവർ പരാതിപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ രക്ഷപ്പെടാൻ പിറകിൽ കൊട്ടേഷൻ ഉണ്ടെന്ന് പറയുക. പ്രമുഖ നടന്റെ പേരിൽ സംശയമുണ്ടെന്നറിഞ്ഞപ്പോൾ ബുദ്ധിമാനായ ഒരു സഹതടവുകാരന്റെ ഒരു നിയമ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പത്രക്കാരന്റെ സഹായത്തോടെ നടത്തിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം. ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യം. 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന വ്യവസ്ഥയുള്ള ഈ നാട്ടിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരാൾ 9 വർഷം ക്രൂശിക്കപ്പെടുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നത് സങ്കടകരമാണ്.